ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓപ്പോയുടെ റെനോ സീരീസ്, അതായത് നിങ്ങളുടെ അടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഓപ്പോയുടെ റെനോയുടെ ഫോൺസ് അധികം കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വിവോയുടെ വി സീരീസ് ഫോൺസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഓഫ്ലൈൻ സീരീസ് ഫോണാണ് ഓപ്പോയുടെ റെനോ സീരീസ്. അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെനോ 13 പ്രോയിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഓഫ്ലൈൻ സീരീസാണ്, അപ്പോൾ ആ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് മാത്രമേ ഈ ഒരു ഫോണിൽ ഉണ്ടാവുള്ളൂ. അത് ആദ്യം തന്നെ പറയാം. ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 2 വേരിയൻ്റായിട്ട് വരുന്നുണ്ട്. 12GB 256GB വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 49,999 രൂപയാണ്, അതായത് 50,000 രൂപ. ഹയർ വേരിയൻറ്റ് 12GB 512GB ആണ്. അതിൻ്റെ പ്രൈസ് 54,999 വരുന്നത്, 55,000 രൂപ ഹയർ വേരിയൻറ്റിനും വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഞങ്ങൾക്ക് പഴയ ആ ഒരു റെനോ 12 സീരീസിനെ കാട്ടിയും ഇപ്പോഴത്തെ സീരീസ് നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇതിന് മുമ്പേ പല റെഡ്മി ഫോണിലൊക്കെ കണ്ട ആ ഒരു തരത്തിലുള്ള സംഭവമാണ്. ബട്ട് കാണാൻ ഇതാണ് രസം. പഴയ മോഡലിലും കാട്ടി എനിക്ക് ഇതാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതായി കമൻറ്റ് ചെയ്യാൻ. എന്തായാലും കാണാനൊക്കെ രസമുണ്ട്. ഗ്ലാസ് ബിൽഡായിട്ടാണ് വരുന്നത്. അലുമിനിയത്തിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്. 195 ഗ്രാം വെയിറ്റ്, 7.6 mm തിക്നെസ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ് കേട്ടോ. ഭയങ്കര തിക്നെസ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു ആര് കണ്ടു കഴിഞ്ഞാലും ഓ വാവ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. പിന്നീട് IP69 റേറ്റിംഗ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. കാരണം 50,000 രൂപയുടെ ഫോണാണല്ലോ. ഇവിടെ 15,000 രൂപയുടെ ഫോണിലടക്കം IP69 ഒക്കെ കൊടുക്കുന്ന സമയത്ത് 50,000 രൂപയുടെ ഫോൺ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അയ്യേ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്തായാലും കോമൺ ആയിട്ട് ഇപ്പം വരുന്നൊരു കാര്യമാണ്. അപ്പം ഡിസൈനും ബിൽഡിൻ്റെ കാര്യത്തിലും കുഴപ്പമൊന്നും പറയാനില്ല. ഏത് ബിൽഡ് ക്വാളിറ്റി ആണെന്നൊന്നും അവരെടുത്ത് പറയുന്നില്ല. ചിലപ്പം ഏതെങ്കിലും പഴഞ്ചൻ സംഭവമൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പാവങ്ങൾ എടുത്ത് പറയാത്തത്. വിക്ടസ് 2 ഒക്കെ വരേണ്ട സ്ഥലത്താണ് ഇവന്മാർ ഒന്നും എടുത്ത് പറയുന്നില്ല. ഗൊറില്ല ഗ്ലാസ് ആണെന്ന് പോലും ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. അപ്പം എന്തോ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ താഴെ വീണ എന്തായാലും പൊട്ടുമല്ലോ. അപ്പോൾ അതാണ് ഡിസൈനെ പറ്റി പറയാനുള്ളത്. നല്ല ഡിസൈനാണ്, കുഴപ്പമൊന്നും പറയാനില്ല. ബിൽഡ് ക്വാളിറ്റി അറിയത്തില്ല, അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.83 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു അമോലഡ് ആയിട്ടുള്ള 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 1200 നിറ്റ്സിൻ്റെ ആണ്. ഹൈ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്, പീക്ക് ബ്രൈറ്റ്നസ് അല്ല. പിന്നീട് മൈക്രോ കോഡ് കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തുള്ളത്. ഫിംഗർ പ്രിൻറ്റ് വന്നിട്ട് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് മാത്രമാണ് വരുന്നത്, അൾട്രാസോണിക് ഒന്നും വരുന്നില്ല. 50,000 രൂപയുടെ ഫോണാണ്. ഓക്കെ ആണെന്ന് പറയാം, കുഴപ്പമൊന്നും പറയാനില്ല. ഓപ്പോ അല്ലേ, ഓപ്പോക്കൊന്നും അങ്ങനെ അൾട്രാസോണിക് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും അവർക്കില്ല. അല്ലാതെ തന്നെ അവർ വിറ്റ് പോയിക്കോളും ഫോണൊക്കെ, അങ്ങനെയല്ലേ പറയാറ്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് ആണെങ്കിൽ ഓക്കെ, 50,000 രൂപയുടെ ഫോണിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ സെറ്റപ്പും ഡിസ്പ്ലേയുടെ ഭാഗത്തും വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷനും അവരെടുത്ത് പറയുന്നില്ല. അല്ലാത്ത രീതിയിൽ കുഴപ്പമൊന്നുമില്ല. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ, അമോലഡ് ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഡീസൻറ്റ് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 20,000 രൂപ തൊട്ട് ഈ ഇതിലുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് എല്ലാ ഫോണിനും വരുന്നത്. അതുകൊണ്ട് അതൊന്നും വലിയ ഇതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും ഇതിന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ക്യാമറയാണ്. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതും സോണിയുടെ IMX890 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി ക്യാമറ വന്നിട്ട് 15 MB ഒരു ടെലിഫോട്ടോയാണ് വരുന്നത്. അതും സാംസങ്ങിൻ്റെ JN5 സെൻസറാണ്. 3.5x ടെലിഫോട്ടോയാണ് വരുന്നത്. പിന്നീട് 8 MB അൾട്രാ വൈഡും റിയറിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 50 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. സോ ഓക്കെ, അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വീഡിയോഗ്രാഫി ആണെങ്കിൽ 4K 60 FPS ഉള്ള വീഡിയോസ് റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും ഇതിന് വരുന്നുണ്ട്. ബട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ക്യാമറ റിവ്യൂസ് ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങാം. സ്പെസിഫിക്കേഷൻ വൈസ് നോക്കരുത് കേട്ടോ. അപ്പോൾ ക്യാമറ വൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോയിട്ട് വാങ്ങിയാൽ മതി. പിന്നീട് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. നോർമലി ഓപ്പോ ഫോൺ അല്ലെങ്കിൽ റെനോ സീരീസ് ഒക്കെ പറയുകയാണെങ്കിൽ പെർഫോമൻസൊക്കെ തന്നെ ഭയങ്കര ഷോക്കായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ഫോൺ അങ്ങനെയല്ല കേട്ടോ. മീഡിയടെക്കിൻ്റെ Dimensity 8350 എന്ന നല്ലൊരു ചിപ്സെറ്റ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ആൻറ്റി സ്കോർ ഒക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 30 lakhs വരുന്നുണ്ട്. അതായത് 13 ലക്ഷത്തിൻ്റെ അടുത്ത് ആൻറ്റി സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് ഉഗ്രനാട്ടോ ഈ ഒരു ഫോൺ. 50,000 രൂപയ്ക്ക് ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ബട്ട് ഓപ്പോ റെനോ സീരീസ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള പെർഫോമൻസ് ഇതിൽ വരുന്നുണ്ട്. LPDDR5X RAM, UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. അതൊന്ന് കൂട്ടായിരുന്നു കേട്ടോ. ഒരു 4.0 എങ്കിലും കൊടുക്കായിരുന്നു. 4.1 വേണമെന്ന് നമ്മൾ പറയുന്നില്ല. ഒരു അല്ലേ 3.1 ഒക്കെ ഭയങ്കര ചെറുതായില്ലടി, ഭയങ്കര സ്ലോ ആണ്.
ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. അതും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസിൽ ഉണ്ടെന്ന് പറയാമായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, റെനോ സീരീസ് അല്ലേ, എന്നാലും നല്ല പെർഫോമൻസ് നമ്മൾ വിചാരിക്കുന്നതിനും കാട്ടിയും ഓപ്പോ തന്നിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് കൊള്ളാം കേട്ടോ. ഞാൻ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു റെനോ സീരീസിൽ നിന്ന് ഈ മാതിരി ഒരു പെർഫോമൻസ് കിട്ടുന്നുള്ളത്. ഇനി ബാക്കിയുള്ള റിയൽ ലൈഫ് പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ കളർ വോയിസ് 15 ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂസ് ആയിട്ടുള്ള UI ആണ് കേട്ടോ. ഇപ്പോൾ ആൻഡ്രോയിഡ് 15 വന്ന ശേഷം എല്ലാ UIയും അത്യാവശ്യം ഫാസ്റ്റായി, പഴയതുപോലെയല്ല. പിന്നീട് ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 വർഷത്തേക്കിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തേക്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നും പറയാനില്ല. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും കുത്തി നിറച്ചുകൊണ്ട് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 5800 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനൊന്നിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഓവർവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്, ഓഫ്ലൈൻ സീരീസ് ഫോൺ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നല്ലൊരു സ്പെസിഫിക്കേഷൻ എന്തായാലും വരുന്നുണ്ട്. ഓപ്പോ റെനോ സീരീസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമാണ് പെർഫോമൻസ്. ബട്ട് ഇവിടെ നല്ല പെർഫോമൻസ് എന്തായാലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമായിട്ട് ഇപ്രാവശ്യം റെനോ സീരീസ് നല്ലത് പറയാൻ വേണ്ടിയിട്ട് നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഇതിൽ കൊടുത്തു. എന്നാലും 50,000 രൂപയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഡിസൈൻ വരുന്നുണ്ട്, ബിൽഡ് ക്വാളിറ്റി അറിയത്തില്ല, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ബാറ്ററി, നല്ല ഫാസ്റ്റ് ചാർജർ, എല്ലാം ഒരു എന്താ പറയുക, ഒരു ഓഫ്ലൈൻ സീരീസ് എന്ന രീതി നോക്കി മാത്രം മതി. അല്ലാതെ നിങ്ങൾ IQ30 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയില്ല ഫോൺ ഇങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് അതൊക്കെ ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. നോർമലി ഓഫ്ലൈനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു മോഡലാണ്. കുഴപ്പമൊന്നും സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ കൊള്ളാം, അങ്ങനെ കുറ്റം പറയാനില്ല. നോർമലി നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റം പറയാറുണ്ട് ഓപ്പോനെ കുറിച്ച്, ചിലവർ കമൻറ്റ് ചെയ്യാറുണ്ട്. കുറ്റം പറയുന്നല്ല, ഉള്ളതുപോലെ പറയുന്നതാണ്. ഞാൻ നല്ല ഫോൺ അത് നല്ലതാണെന്ന് പറയാറുണ്ട്. അല്ലെ പിന്നെ വന്നിട്ട് പറയും, ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് ആയതിനെ പിന്നീട് വന്നിട്ട് ബ്രോ പെട്ടുപോയി എന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട്. അപ്പം അധിക പേരും റിവ്യൂസ് ഒന്നും കാണാതെ, അല്ലെങ്കിൽ റിവ്യൂ അല്ല കേട്ടോ, ഈ ഒരു വീഡിയോ റിവ്യൂ അല്ല, ഇതിന് സ്പെസിഫിക്കേഷൻ വൈസാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. റിവ്യൂ ഒക്കെ വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, നമുക്ക് റിവ്യൂ ചെയ്യാൻ നമുക്ക് ഫോണില്ല റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ പറയുന്നുണ്ട് എല്ലാവരും, ഇതെന്താണ് ഇവൻ ഫോൺ ഇല്ലാതെയാണ് ഇവ റിവ്യൂ ചെയ്യുന്നത്. ഞാൻ എവിടെയും ഇത് റിവ്യൂ ആണെന്ന് ഞാൻ പറയുന്നില്ല, അതാണ് മെയിനായിട്ട് കാര്യം. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല. അപ്പോൾ അതാണ്, അതായത് ഒരുപാട് പേര് വന്നിട്ട് പറയും ബ്രോ പെട്ടുപോയി, ഇതെടുത്ത് പെട്ടുപോയി. അപ്പോൾ അതായത് ഓഫ്ലൈനിൽ നിന്നൊക്കെ ഫോൺ വാങ്ങുകയാണെങ്കിൽ അവർ പെട്ടെന്നൊക്കെ പോയിട്ടായിരിക്കും ഫോൺ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് പെടുന്നവരുണ്ട്. നാളെ നിങ്ങൾ ഏതൊരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസൊക്കെ തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം ഹബിനോ സൈനിങ് ഓഫ്. ബൈ.